ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമ്മൾ UGC നെറ്റിൻ്റെ പ്രിപ്പറേഷൻ കുറേ നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി നമുക്ക് നെറ്റ് നേടിയെടുക്കണം എന്ന ദൃഢപ്രതിജ്ഞയോടെ അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി സമയം മാറ്റിവെച്ചിരിക്കുന്നവരായിരിക്കാം അല്ലേ? ഇവരെ എല്ലാവരെയും ഒരേപോലെ ആകുലപ്പെടുത്തുന്ന, സംശയത്തിലാഴ്ത്തുന്ന ഒരു എലമെൻ്റാണ് സിലബസ്. സിലബസിൻ്റെ വിട്ട്. എന്താണ് സിലബസ്? എവിടെയെല്ലാം ആണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തെല്ലാം ടോപ്പിക്കുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു രത്ന ചുരുക്കം ആരുടെയും കയ്യിലില്ല. നമുക്ക് UGC നെറ്റ് സിലബസ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് വളരെ വൈഡായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ നിന്ന് എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, എന്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം, ഏതൊക്കെ ഏരിയാസ് നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു കൺസൈസ് ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമല്ല. അതാണ് നമ്മളുടെ നെറ്റ് പ്രിപ്പറേഷനെ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടാക്കുന്ന, പ്രോബ്ലമാറ്റിക് ആക്കി മാറ്റുന്ന ഇഷ്യൂകളിലൊന്ന്. അപ്പം നമുക്കിതെങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം, ഈ വൈഡ്നെസ് വിട്ട് നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാം. നമ്മൾ CCയിൽ ഇവിടെ ഇൻഹൗസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില സ്ട്രാറ്റജീസ് അത് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് നമ്മൾ സിലബസിനെ ചുരുക്കിയിട്ടുള്ളത്, ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് നൽകേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്ട്രെയിറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ സിലബസ് എന്താണെന്ന് നോക്കാം. എന്താണ് സിലബസിലുള്ളത്? നമുക്ക് സിലബസിൽ മൊത്തം 10 യൂണിറ്റുകളുണ്ട്. 10 യൂണിറ്റുകളിലാണ് നമ്മളുടെ സിലബസ് ലഭ്യമായിട്ടുള്ളത്. 1 ഡ്രാമ, 2 പോയട്രി, 3 ഫിക്ഷൻ, 4 നോൺ ഫിക്ഷൻ, 5 ലാംഗ്വേജ് ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സും കാര്യങ്ങളും, ആൻഡ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, 7 കൾച്ചറൽ സ്റ്റഡീസ്, 8 ലിറ്റററി ക്രിറ്റിസിസം, 9 ലിറ്റററി തിയറി ആൻഡ് യൂണിറ്റ് 10 റിസർച്ച്. കണ്ടോ, വളരെ വെയ്ഗായിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, കൾച്ചറൽ സ്റ്റഡീസ് എടുത്ത് നോക്കുക, ലിറ്റററി ക്രിറ്റിസിസം എടുത്ത് നോക്കുക, ലിറ്റററി തിയറി പോസ്റ്റ് വേൾഡ് വാർ 2 എടുത്ത് നോക്കുക, ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറി, പോയട്രി, ഡ്രാമ, ഇതെല്ലാം ജസ്റ്റ് എന്താണ്, ഒരു സ്പെസിഫിസിറ്റി ഇല്ലാത്ത ടോപ്പിക്കുകളാണ്. നമുക്ക് എന്താണ് ഡ്രാമയിൽ വേണ്ടത്, ഡ്രാമയിൽ എന്ത് തരം ഡ്രാമയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഡ്രാമ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പോയട്രി നമുക്ക് എപ്പിക്കുകൾ എടുക്കാം, ബയോവുൾഫ് തൊട്ട് പോസ്റ്റ് മോഡേൺ പോയട്രി വരെ നമ്മളുടെ മുമ്പിലുണ്ട്. ഇവിടെ എന്തൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ആ സിലബസിൻ്റെ വിട്ടും നമുക്ക് എന്തില്ല, ഒരു ക്ലാരിറ്റി ഇല്ല. ഫിക്ഷൻ ആയിക്കൊള്ളട്ടെ, നോൺ ഫിക്ഷണൽ പ്രോസ് ആയിക്കൊള്ളട്ടെ, ലാംഗ്വേജ് സ്ട്രക്ചർ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിൽ മാത്രം നമുക്കൊരു ബേസിക് അല്ലെങ്കിൽ ഒരു എന്താണ് സെറ്റായിട്ടുള്ള സിലബസ് എന്ന് കുറച്ചെങ്കിലും പറയാൻ സാധിക്കും. ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്നുള്ളത് വളരെ നൂതനമായിട്ടുള്ള പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ, പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് അതിനും നമുക്ക് കുറച്ച് എണ്ണം കുറവുണ്ട്. എന്നിരുന്നാലും കൾച്ചറൽ സ്റ്റഡീസ് ആയിക്കോട്ടെ, ലിറ്റററി ക്രിറ്റിസിസം ആയിക്കോട്ടെ, പോസ്റ്റ് വേൾഡ് വാർ 2 ലിറ്റററി തിയറി ആയിക്കൊള്ളട്ടെ, റിസർച്ച് മെത്തേഡ്സ് ആയിക്കൊള്ളട്ടെ, ഇതിനെല്ലാം നമുക്ക് എന്തെല്ലാം, എവിടെ നിന്നെല്ലാം നമ്മൾ പഠിക്കണം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് അറിയത്തില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് ഏതൊരു ആസ്പിരൻറ്റിൻ്റെയും പ്രിപ്പറേഷനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എലമെൻ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ എങ്ങനെ പഠിക്കണം, ഇതിലേതൊക്കെ ഏരിയാസാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, എന്തെല്ലാമാണ് നമ്മളുടെ രാജ്യത്ത് ഇംഗ്ലീഷിൻ്റെ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ, കൊളോണിയലിസം, പോസ്റ്റ് കൊളോണിയലിസം, അവിടെ ഇംഗ്ലീഷ് എങ്ങനെ വന്നു, വിക്ടോറിയൻ ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യൻ കൾച്ചർ, ഇതെല്ലാം നമുക്ക് ഈ ഏരിയയിൽ വരും. റോൾ ഓഫ് ദ ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ റിനൈസൻസിന് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ മാറ്റിക്കൊണ്ടുവരാൻ എന്താണ് വഹിച്ചിട്ടുള്ള പങ്കുകൾ, ലിറ്റററി കോൺട്രിബ്യൂഷൻസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏർലി കോൺട്രിബ്യൂഷൻസ് ഫ്രം ലിറ്റററി പേഴ്സണൽസ് ലൈക്ക് തോറു ദത്ത്, ഹെൻറി ഡെറോസിയോ ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ, പിന്നെ
പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, നമുക്ക് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഭാഗമായിട്ടുള്ള മുൾക്കിരാജാനന്ദ് ആയിക്കൊള്ളട്ടെ, സൽമാൻ റുഷ്ദി ആയിക്കൊള്ളട്ടെ, നമ്മുടെ സ്വന്തം അരുന്ധതി റോയ് ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യൻ ഇംഗ്ലീഷിലേക്കും പ്രീ കൊളോണിയൽ അല്ലെങ്കിൽ ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്കും നമ്മൾ ശ്രദ്ധ ചെലുത്തുക. അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഓതേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ്, ടെക്സ്റ്റുകൾ, സെറ്റിങ്ങുകൾ, തീമുകൾ മനസ്സിലാക്കി അതിനെ കേന്ദ്രീകരിച്ച് പഠിക്കുക. പിന്നെ മേജർ മൂവ്മെൻറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ഇന്ത്യ, മൊക്കാലേസ് മിനിറ്റ്സ്, വുഡ്സ് ഡിസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, കൊതാരി കമ്മീഷൻ, ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ റിഫോമുകൾ, ആക്റ്റുകൾ, ലോകൾ, അതിന് ചെറിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. മൊക്കാലേസ് മിനിറ്റ്സ്, വുഡ്സ് ഡിസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, കൊതാരി കമ്മീഷൻ, ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ റിഫോംസ്, ആക്ട്സ്, ഇവയെല്ലാത്തിനെയും നമ്മളൊന്ന് സെൻറ്റർ ചെയ്ത് പഠിച്ചു പോവുക. അങ്ങനെ നമ്മൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനമാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ ഒരു ചെറിയ കട്ട് ഡൗൺ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നും ഉപരി ഇതിൽ ഏതൊക്കെ വർക്കുകളിലെ ഏതൊക്കെ ക്യാരക്ടേഴ്സ്, ഇവരെ നമുക്ക് എങ്ങനെ കൂടുതൽ അടുത്ത് നമുക്ക് പഠിക്കാം, ഇവിടുന്ന് എന്തെല്ലാം എലമെൻസ് ആണ് നമ്മൾ മനസ്സിലേക്ക് വയ്ക്കേണ്ടത്, നമുക്ക് സ്റ്റഡി ടിപ്പുകൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് കൂടുതൽ പ്രിസൈസ് ആക്കിയിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ ആണ് CCയുടെ കിക്ക് സ്റ്റാർട്ട് ബാച്ച് അല്ലെങ്കിൽ കിക്ക് സ്റ്റാർട്ട് JRF നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്റ്റഡി സ്ട്രക്ചർ. ഇപ്പോൾ കോൺകോഡ് ബാച്ചിൽ നമുക്ക് ജൂണിലേക്കുള്ള പഠനം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ജൂണിലേക്കുള്ള കോഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇറ്റ് കംസ് വിത്ത് ഡിസംബർ എക്സാം. ഈ ഡിസംബർ എക്സാമും നമുക്ക് ആ കോഴ്സിൽ എഴുതാം ആൻഡ് വി ക്യാൻ അറ്റംപ്റ്റ് ജൂൺ എക്സാം. അങ്ങനെ നമുക്ക് ഈ സിലബസ് ഒന്ന് കവർ ചെയ്ത് ഒരു എക്സാമിനെ ഒന്ന് ഫേസ് ചെയ്ത് ഡിസംബറിലെ എക്സാമിനെ ഒന്ന് ഫേസ് ചെയ്ത് കുറച്ചുകൂടെ ആ സ്റ്റഡി പാറ്റേണോട്ട് എക്സാമിനെ ഒന്ന് നമ്മൾ അടുത്തറിഞ്ഞ് ജൂണിനുള്ളിൽ നമുക്ക് JRF ഉറപ്പിക്കാനുള്ള ഒരു മിഷനുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ കിക്ക് സ്റ്റാർട്ട് JRF കോൺകോഡ് ബാച്ചുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനിയും സിലബസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ ഡിസ്കഷൻസും ഈ സിലബസ് ബ്രേക്ക് ഡൗണും വെച്ചുകൊണ്ട് കറക്റ്റ് മെൻറ്റർ സപ്പോർട്ടോടുകൂടി, കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസോടുകൂടി, കറക്റ്റ് നമ്മൾ റിവിഷൻ എക്സാംസും പോൾ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ അറിവിനെ ഡെവലപ്പ് ചെയ്ത് വീണ്ടും മൂർച്ച കൂട്ടി നമുക്ക് ജൂണിനുള്ളിൽ തന്നെ JRF സ്വന്തമാക്കാം. CC കിക്ക് സ്റ്റാർട്ട് JRF കോൺകോഡ് ബാച്ചിനോടൊപ്പം. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സിലബസ്. കണ്ടോ, റീസ്റ്റോറേഷൻ ഡ്രാമ, ഫീച്ചേഴ്സ്, റൈറ്റേഴ്സ്, വർക്ക്സ്. നമ്മൾ പറഞ്ഞു ഡ്രാമയിൽ ഏറ്റവും കൂടുതൽ PYQസിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് റീസ്റ്റോറേഷൻ ഡ്രാമ. റീസ്റ്റോറേഷൻ ഡ്രാമയിലെ പോയറ്റ്സ്, അവരുടെ വർക്കുകൾ, അവരുടെ ക്യാരക്ടേഴ്സ്, ഇത് വെച്ച് പഠിച്ചിട്ട് ഇയേഴ്സ് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ തീം വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. പിന്നെ ഫേമസ് ഇന്ത്യൻ ടെക്സ്റ്റ് ആൻഡ് വർക്ക്സ്, കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ടോപ്പിക്കാണ്. ഫേമസ് ഇന്ത്യൻ ടെക്സ്റ്റുകളും വർക്കുകളും. എന്തൊക്കെയാണ് ഇന്ത്യൻ ടെക്സ്റ്റുകൾ, ഇന്ത്യൻ രസാ തിയറി, ഇന്ത്യൻ ലിറ്റററി ക്രിറ്റിസിസം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഡൺ ആൻഡ് മാർവൽ, നമുക്കറിയാം ജോൺ ഡണ്ണിനെയും ആൻഡ്രൂ മാർവലിൻ്റെയും വർക്കുകളിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ അവരിലെ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. സ്കൂൾസ് ഓഫ് പോയട്രിയുടെ വിവിധതരം സ്കൂളുകൾ. നമുക്ക് പ്രീ റാഫേലിയേറ്റ് പോയട്രി ആയിക്കോട്ടെ. പ്രീ റാഫേലിയേറ്റ് പോയട്രി ഒക്കെ കഴിഞ്ഞ് 3 എക്സാമിനും ഷോർട്ട് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയുള്ള സ്കൂൾസ് ഓഫ് പോയട്രീസിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഡ്രാമ മൂവ്മെൻറ്റുകൾ, എന്തൊക്കെ തരം ഡ്രാമ മൂവ്മെൻറ്റ്, എപ്പിക് തിയേറ്റർ ആയിക്കൊള്ളട്ടെ, ബാക്കിയുള്ള മിസ്റ്ററി പ്ലേസ് ആയിക്കൊള്ളട്ടെ, മിറാക്കിൾ പ്ലേസ് ആയിക്കൊള്ളട്ടെ, ഈ ഡ്രാമ മൂവ്മെൻറ്റുകളെ എല്ലാത്തിനെയും മനസ്സിലാക്കി വെച്ചുകൊണ്ട് അവരുടെ പ്രോമിനൻറ്റ് റൈറ്റേഴ്സിനെ പറ്റി പഠിക്കുക. സബ് ടൈറ്റിൽസ് ആൻഡ് കംപ്ലീറ്റ് ടൈറ്റിൽസ്, മിക്ക ടെക്സ്റ്റുകളുടെയും സബ് ടൈറ്റിൽസ് ആൻഡ് കംപ്ലീറ്റ് ടൈറ്റിൽസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ടുകളിൽ നിന്ന് സബ് ടൈറ്റിലുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ടൈറ്റിലുള്ള അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ടൈറ്റിലുള്ള ടെക്സ്റ്റുകളെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് നമ്മളത് പഠിക്കുക. ഇന്ത്യൻ ഓതേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ഇംഗ്ലീഷ് ഓതേഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഓതേഴ്സ്, ഇവർക്ക് നമ്മളൊരു സ്പെഷ്യൽ സെപ്പറേറ്റ് സെക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക. ഡെഫിനിഷൻസ് ഓഫ് കാറ്റഗറീസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. എന്താണ് ലിംഗ്വിസ്റ്റിക്സിന്റെ കാറ്റഗറീസ്, അതിന്റെ ഡെഫിനിഷൻസ് മനസ്സിലാക്കി വെക്കുക, അപ്ലൈ ചെയ്യാൻ പഠിക്കുക. തിയറീസ് ഓഫ് എൽറ്റ് ആൻഡ് SLA, കോട്ട്സ് ഓഫ് ഷേക്സ്പിയർ, കോട്ട്സ് ഓഫ് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ റൈറ്റേഴ്സ്, ഇതെല്ലാം കണ്ടോ. കോട്ടുകൾ നമ്മൾക്കറിയാം, നമ്മൾക്ക് കോട്ടുകൾ നമ്മൾ
ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിൽ ഏത് എന്താണ് ടെക്സ്റ്റിൽ നിന്നുള്ള കോട്ടാണ്, ഏത് ക്യാരക്ടറിൻ്റെ കോട്ടാണ്, ഏത് ഓതറിൻ്റെ കോട്ടാണ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത് ഓബ്വിയസ്ലി ഷേക്സ്പിയർ ആണ്. ഷേക്സ്പിയറിൽ നിന്ന് ചോദിക്കാം സാധ്യത ഏറ്റവും കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ റൈറ്റേഴ്സിൻ്റെ കോട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക, പഠിക്കുക, ഓർത്തു വയ്ക്കുക. കീവേഡ്സ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, ക്രിട്ടിക്സ് ആൻഡ് ദെയർ വർക്ക്സ് ഉണ്ടോ. കീവേഡുകൾ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ തിയറിയിലേക്ക് ചൂഴ്ന്നിറങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ പകരം എന്ത് ചെയ്താൽ മതി, കീവേഡുകൾ നമ്മൾ പഠിച്ചാൽ മതി. ലിറ്റററി ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കീവേഡുകൾ പഠിക്കുക, അതിൻ്റെ ക്രിട്ടിക്സ് ആരാണെന്ന് മനസ്സിലാക്കുക, അവരുടെ വർക്കുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക. ദളിത് ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്റററി മൂവ്മെൻറ്റ്. ദളിത് ലിറ്ററേച്ചറിൽ നമുക്കറിയാം ഹോമി കെ ബാബ ഒക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ ദളിത് ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റിങ്ങിൽ വരുന്ന ദളിത് ലിറ്ററേച്ചറിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഷുവർ ഷോട്ടായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ദളിത് ലിറ്ററേച്ചറും ഫോക്കസ് ചെയ്ത് നമ്മളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക. അമേരിക്കൻ ലിറ്റററി മൂവ്മെൻറ്റ്സ് നമുക്കറിയാം ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെക്കാളും കൂടുതൽ നൂതനമായിട്ടുള്ള, വളരെ കുറച്ച് കാലങ്ങൾ കമ്പാരിറ്റീവ്ലി ന്യൂവർ ആയിട്ടുള്ള, യങ്ങർ ആയിട്ടുള്ള ലിറ്ററേച്ചറാണ് അമേരിക്കൻ ലിറ്ററേച്ചർ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ലിറ്റററി മൂവ്മെൻറ്റ്സ് ട്രാൻസെൻഡൻ്റലിസം ഒക്കെ ഉൾപ്പെടുന്ന അമേരിക്കൻ ലിറ്റററി മൂവ്മെൻറ്റ്സിനെ പറ്റിയുള്ളൊരു അപഗ്രഹം നമ്മൾ ഉണ്ടായിരിക്കും. അവിടുത്തെ വർക്ക്സ്, ഓതേഴ്സ്, അവരുടെ ടൈം പീരിയഡ്സ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് കമ്മിങ് ഇൻ ടു ദ നെക്സ്റ്റ് പാർട്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇസ് ക്രൊണോളജി. നമ്മൾ എന്ത് പഠിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ക്രൊണോളജി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ്. ഫെമിനിസ്റ്റ് ടെക്സ്റ്റ്, തിയറിസ്റ്റ്, ക്രിട്ടിക്സ്, കൾച്ചറൽ സ്റ്റഡീസ് തിയറിസ്റ്റ്, ആഫ്രിക്കൻ റൈറ്റേഴ്സ്, ഇന്ത്യൻ റൈറ്റേഴ്സ്, യൂറോപ്യൻ റൈറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയട്രി ആയിക്കൊള്ളട്ടെ, ഡ്രാമ ആയിക്കൊള്ളട്ടെ, വിവിധതരം സ്കൂളുകളായിക്കൊള്ളട്ടെ, നോൺ ഫിക്ഷൻ, ഫിക്ഷൻ ആയിക്കൊള്ളട്ടെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഇയേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക, ക്രൊണോളജി മനസ്സിലാക്കി വെക്കുക. ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. 5 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ക്രൊണോളജിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ വന്നിട്ടുള്ള PYQ അനാലിസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ക്രൊണോളജി നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇന്റർ കണക്റ്റഡ് ലേണിംഗ് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ സാധിക്കും. ഒന്നിൽ നിന്നും അടുത്തതിലേക്കുള്ളൊരു കണക്ഷൻ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറിയിലേക്ക് പെട്ടെന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും, നമുക്ക് ഫെമിലിയർ ആക്കാൻ സാധിക്കും. ക്രൊണോളജി ക്വസ്റ്റ്യൻസ് ചില ടിപ്സ് ആൻഡ് ട്രിക്സോടുകൂടി നമുക്ക് പെട്ടെന്ന് ബാഗ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. ദിസ് ഇസ് ജസ്റ്റ് ബേസിക് ഐഡിയ, അല്ലെങ്കിൽ കുറച്ച് ഏരിയാസ് നമ്മൾ PYQ അനാലിസിസിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മളെ കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. വി ആർ നാരോയിങ് അവർ സിലബസ് ഡൗൺ ആൻഡ് ഡൗൺ ടു ദ മോസ്റ്റ് precise and important factors which we should prepare and make sure that we know before attempting our UGC NET exam. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എക്സാംസ് നടക്കുന്നില്ല, എന്നായിരിക്കും എക്സാം എന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നിങ്ങളെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് ജൂണിനുള്ളിൽ തന്നെ JRF സ്വന്തമാക്കാം CCയോടൊപ്പം, CCയുടെ കിക്ക് സ്റ്റാർട്ട് JRF കോൺകോഡ് ബാച്ചിനൊപ്പം. അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മളുടെ കൂടെ പോരെ നമുക്ക് ജൂണിൽ തന്നെ JRF മേടിക്കുക. താങ്ക് യു.